ഹലോ എവ്രി വൺ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് റാഗി കൊണ്ട് ഒരു അപ്പളമാണ്. നല്ല ക്രിസ്പി ആയിട്ട് വരും ഇത്. ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് എളുപ്പത്തിലും ഉണ്ടാക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എനിക്കും കുറച്ച് മോട്ടിവേഷൻ വരും. ആദ്യം ഒരു കപ്പ് റാഗി അളവൊന്നുമില്ല. എത്ര എത്ര അപ്പളം വേണം അതുമാതിരി ഒരു കപ്പ് റാഗി നിങ്ങൾക്ക് തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അത് പിറ്റേ ദിവസം നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ഫൈൻ പേസ്റ്റ് മാതിരി നന്നായിട്ട് അത് അരച്ചെടുക്കാം. ഇപ്പം ഏത് കപ്പ് നിങ്ങൾ റാഗി അളന്നു അതിൽ 6 ടൈംസ് വാട്ടർ ബോയിൽ ചെയ്യാൻ വെക്കുക ഉപ്പിട്ടിട്ട്. ഇപ്പം ഇവിടെ ഞാൻ ജീരകം, കുരുമുളകും, കായം ഞാനൊന്ന് ചതച്ച് വെച്ചു. പിന്നെ ഇപ്പുറത്ത് വെള്ളം ചൂടായി, വെള്ളം നന്നായിട്ട് ബോയിലായി. അപ്പം നമ്മൾ ഈ അരച്ച റാഗിയുടെ മാവ് നമ്മൾ അതിലോട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കൈ വിടാതെ അതൊന്ന് ഇളക്കണം. കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. പിന്നെ നമ്മളിത് ഇടാം. ഈ അരച്ച ഈ കുരുമുളകും ജീരകം, കായം അതിട്ടിട്ട് നന്നായിട്ട് അതൊരു ഹാഫ് ആൻ അവർ അത് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഈ കൺസിസ്റ്റൻസിയിൽ വരും. ഈ കൺസിസ്റ്റൻസിയിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്കത് ഹാഫ് ആൻ അവർ അത് അടച്ചു വെക്കാം. ഹാഫ് ആൻ അവർ ആയാൽ ഇപ്പം ഇതിങ്ങനെ കുറുകും. ഇതാണ് ആക്ച്വൽ അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പളം ഇടാൻ നല്ല ഒരു കൺസിസ്റ്റൻസി ഇതാണ്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് പരത്താനെടുക്കാം. പിന്നെ നമ്മളൊരു വൈറ്റ് കളർ ക്ലോത്ത് എടുക്കുക. വൈറ്റ് കളർ ക്ലോത്ത് വെറ്റ് ചെയ്തിട്ട് നമ്മളത് വെയിലത്ത് വെച്ചിട്ട് നമ്മളിത് അപ്പളം മാതിരി പരത്തിയിടാം. ഇങ്ങനെ. പിന്നെ ഇത് ഞാൻ ഫുള്ളായിട്ട് ഞാനിത് പരത്തിയിട്ടു. എന്നിട്ട് വെയിലത്ത് വെച്ചു. ഇത് ഉണങ്ങാൻ ഒരു 1 ഡേ എടുക്കും. മോർണിംഗ് ആണ് ഇത് ചെയ്തത്. അപ്പോൾ ഈവനിങ് നമ്മൾക്ക് നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി കിട്ടി. പിന്നെ ഇത് ഈവനിങ് തന്നെ നമ്മളിത് അപ്പളം തുണിയിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അതിന് ബാക്ക് സൈഡിൽ കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്താൽ മതി. പിന്നെ നന്നായിട്ട് അതൊന്ന് എടുക്കാൻ കിട്ടും. അതങ്ങനെ പൊട്ടുമൊന്നുമില്ല ഈ അപ്പളം. അത് നന്നായിട്ട് അതൊന്ന് ബാക്ക് സൈഡിൽ വെള്ളം ഇട്ടിട്ട് അത് നമുക്ക് എടുക്കാം. പിന്നെ അങ്ങനെ ഞാൻ എല്ലാ അപ്പളം എടുത്തു. കുറച്ച് നനവുണ്ടാവും. അപ്പം നമ്മൾ അത് 1 more ഡേ നമ്മൾ അത് വെയിലത്ത് വെക്കുക. പിന്നെ നന്നായിട്ട് അതൊന്ന് ഉണങ്ങി കിട്ടും. പിന്നെ നമുക്കിത് വറുക്കാം. ചൂടുള്ള എണ്ണയിൽ നമുക്കിത് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റും ഉണ്ടാവും ഇത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറയൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.